നമുക്ക് അവിടെ കടൽ കാണണ്ടേ? അതെന്താ കടൽ കണ്ടാലും നിങ്ങൾ ഇങ്ങോട്ട് വരും. എനിക്കൊരു പ്ലേറ്റ് കോളിഫ്ലവറും ഒരു പ്ലേറ്റ് കാടമുട്ടയും ഒരു പ്ലേറ്റ് ഗ്രീൻ. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. പേര് സുമംഗവല്ലി. കടൽ കണ്ടുകഴിഞ്ഞ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. പെരുന്നാൾ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമുക്കിനി ചെറിയൊരു ഔട്ടിങ് ആണ്. അപ്പൊ ഉമ്മമ്മനായിട്ട് പോവാം. അപ്പൊ ഓക്കെ പോവാം മാമേ. നമുക്ക് മുന്നിലെ ഇരിക്കാൻ സുഖം, കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ല നമ്മള് മറ്റേ കോമഡി പറയും പോലെ അല്ല നമ്മളെങ്ങോട്ടാ പോണേ ഇനി പറയും. അവളെ അമ്മ എല്ലാം അങ്ങനാണ് പറഞ്ഞാള്. ഞാൻ ചോദിച്ചു ഇത് ആരെ കുട്ടിയാ? അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലാവും ഞാൻ എടുത്തിട്ടുണ്ടായി എന്റെ കുട്ടി. അത് എന്റെ കുട്ടിയല്ലേ? യൂട്യൂബ് ഫേമസ് ആയി. ഞങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഞങ്ങൾ ചോദിച്ചതിനൊക്കെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. പള്ളി ട്രൗസറൊക്കെ ഇട്ടിക്കണം. വലിയ കുഴപ്പമില്ല ഡ്രസ്സ് ഇട്ടിട്ട്. അല്ലേ ഓൻ എന്തോ ചൂടെടുക്കല്ലോ. ആരൊരാൾ കമന്റ് ഇട്ടിക്കണം ഉമ്മ എന്ത് സുന്ദരിയാന്ന് എന്റെ ആ വീഡിയോയില്. ഉമ്മമ്മനെ കാണാൻ നല്ലൊരു സുന്ദരിന്ന്. കൊറേ തമാശയൊക്കെ പറഞ്ഞ് ബീച്ചിലെത്തിയത് അറിഞ്ഞിട്ടേ അല്ല കേട്ടോ. അതാ നമ്മള് ബീച്ചിലെത്തി. ഉമ്മമ്മക്ക് മെല്ലനാണ് നടക്കാനാകുക. അപ്പം ഞാനും ഉമ്മമ്മൻ്റെ കൂടെ അങ്ങനെ മെല്ലനെ നടന്നു. അപ്പോഴാണ് മനോഹരമായ ഒരു കാഴ്ച കണ്ടത്. മാഷാ അല്ലാഹ്, ഇത്രയും തിരക്കിനിടയിലും ആ രണ്ടാൾക്കാർക്ക് നമസ്കരിക്കാനുള്ള ഒരു ഓർമ്മ. നമ്മൾ അസറും കൂടെ നിസ്കരിച്ചിട്ടാണ് വന്നത്. ഇനി മഗ്‌രിബ് ആകുമ്പോഴത്തേക്കും നമ്മളെവിടെ എത്തി? അതൊക്കെ ഓർമ്മ ഉണ്ട്. ബീച്ചിലെത്തി കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ചായ കുടിയാണ്. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ബീച്ചിലെത്തിയാൽ ഒരു ചായയും ഒരു പ്ലേറ്റ് കാടമുട്ടയും ഒരു പ്ലേറ്റ് ഗ്രീൻ പീസും. അതെനിക്കും എനിക്കൊരു പ്ലേറ്റ് കോളിഫ്ലവറും ഒരു പ്ലേറ്റ് കാടമുട്ടയും ഒരു പ്ലേറ്റ് ഗ്രീൻ പീസും ഒരു പഴംപൊരിയോ ഒരു കോളിഫ്ലവർ അതിൽ ഒരു പ്ലേറ്റിലാക്കി തരുമോ? ഒരു ട്രയലാക്കി തരുമോ? നമ്മളൊരു 5-6 ആൾക്കാരുണ്ടല്ലോ, അതിന്റെ കൂടെ ഈ സ്നാക്സ് കൂടി കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് ട്രയൽ തന്നിട്ടോ, അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ഇഷ്ടായോ? പേര് സുമംഗവല്ലി. ഉമ്മമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ് പഴംപൊരി. അപ്പം ഞാൻ പഴംപൊരിയാണ് ഉമ്മമ്മക്ക് വാങ്ങിയത്. ഇനി അടുത്ത കലാപരിപാടി കുറച്ച് ഫോട്ടോ എടുക്കൽ. മോനെ ഞാൻ ഉമ്മൻ്റെ കയ്യിലാക്കിയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഒരു പാറ കിട്ടി. അവിടുന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മൂത്ത വിളിച്ചതാണ്. നിങ്ങൾ നേരത്തെ പറയുകയാണെങ്കിൽ ഞങ്ങളും വരൂലേനെന്ന് ചോദിച്ചിട്ട്. ഇവിടെ അടുത്താണ് കേട്ടോ മൂത്തൻ്റെ വീട്. ഇടക്കിടക്ക് ഞാൻ മോനെ നോക്കുന്നുണ്ട് കേട്ടോ, മോൻ കരയുന്നുണ്ടോന്ന്. മോനെ കാണുന്ന ആ ഒരു സർക്കിളിലാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുക. അപ്പൊ നമ്മൾ ബീച്ചിലാണുള്ളത്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. പെരുന്നാൾ ആയതുകൊണ്ട് നമ്മള് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ മറ്റേ ബീച്ചിലേക്കാട്ടോ ഇറങ്ങി. കാര്യമായിട്ട് ഇവിടെ സംസാരിക്കുമ്പോ അപ്പൊ ഞങ്ങൾ മറ്റേ ബീച്ചിലേക്കാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങളിതാ ഇതെവിടെയും ബീച്ച് ബട്ട്റോഡ് ബീച്ചിലാണ് ഞങ്ങൾ എത്തിയത്. തിരക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല തിരക്കാണ്. ചായം കടിയൊക്കെ കുടിച്ച് സെറ്റാക്കി ഉമ്മമ്മനെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നത്. വാവത അമ്മൻ്റെ കയ്യിലുണ്ട്. എപ്പോഴാണോ എണീക്കാന്ന് പറയാൻ പറ്റൂല.
പിന്നെ ഞങ്ങൾ കുറച്ച് ഇവിടെ ചുറ്റിക്കാരനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. വാവനെ താ ഞങ്ങൾ നേരെ നോക്കിയാൽ കാണും. അപ്പോൾ നമ്മൾ പോയേക്കല്ലേ? ഇവിടെ ഒരാകെ വീഡിയോ എടുക്കാൻ ഭയങ്കര കുറവ്. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ആൾക്കാരെന്ത് വിചാരിക്കുന്നൊന്നുമില്ല. നമുക്ക് അവിടെ കടൽ കാണണ്ടേ? അതെന്താ കടൽ കണ്ടാലും നിങ്ങൾ ഇങ്ങോട്ട് വരും. നമ്മൾ കാര്യമായിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇമ്മമ്മനെ കടലിൽ എടുത്ത് വരെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. മമ്മ കുറേ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ ഞങ്ങൾ കൈ പിടിച്ച് കൊണ്ടുപോയതാണ്. കാരണം നമുക്ക് നടക്കാൻ കഴിയാത്തൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ആണല്ലോ ഓരോരു സന്തോഷം. അങ്ങനെ കുറച്ച് നേരം ഇമ്മമ്മനായിട്ട് കുറേ സംസാരിച്ചിരുന്നു. പണ്ടത്തെ കുറേ കഥകളാണ് കേട്ടോ കൂടുതലും പറയുന്നത്. ഉമ്മമ്മ അത്രയും ചെറുപ്പം തൊട്ട് നോക്കിയ മോനാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അങ്ങനെ ഏകദേശം മഗ്രിബൊക്കെ ആയ സമയത്ത് ഞങ്ങൾ പോരുകയാണ്. കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ബീച്ചിൽ പൊതുവേ പോയി കഴിഞ്ഞാൽ ബ്ലോക്കാണ്. ഒരു ഗ്രീൻ പീസിലൂടെ കലാശിച്ചതാ നമ്മൾ പോവുകയാണ്. ഇനി നമ്മളെ പോക്ക് എന്ന് പറയുന്നത് സെറിക്കുഞ്ഞാമിൻ്റെ അവിടേക്കാണ്. അവിടെ അടുത്താണ് സെറിക്കുഞ്ഞാമിൻ്റെ അവിടെ. ഞങ്ങൾ തിരിച്ചു പോകണം. ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് ബാവ അതുവരെ നല്ല ഫ്രീ മൈൻഡിൽ ഇരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ബാവ വലിയ കച്ചറൊന്നുമില്ല. അമ്മേന്റെ മടിയിൽ അങ്ങനെ തിങ്ങിയിരുന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് എല്ലാ പണിയും കഴിഞ്ഞത് അമ്മമ്മനെയും കൂട്ടി ഞങ്ങൾ തിരിച്ചു പോരാണ്. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞതിന്റെ പിറ്റേന്നായതുകൊണ്ട്. എന്നാലും നമ്മൾ മറ്റേ ബീച്ച് പോകാത്തേ കൊണ്ടല്ലേ അതിൽ ഭക്ഷണ കരിയ മോന് നല്ല കരച്ചിലായതുകൊണ്ട് പിന്നെ തോനെ വീഡിയോ ഒന്നും എടുത്തില്ല. വേഗം സെറിക്കുഞ്ഞാമിൻ്റെ അവിടെ എത്തി. മോന് ഇതാ പാല് കൊടുത്തപ്പോൾ ആള് നല്ല തമാശയാണ് കേട്ടോ. കക്കോടെയാണ് കേട്ടോ ഈ വീട് വരുന്നത്. ഇതാരാന്ന് വെച്ചാൽ ഇക്കാക്കൻ്റെ ഉപ്പൻ്റെ പെങ്ങളെ വീടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ, കൂടുതലൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാണ്. കാരണം നമ്മൾ അത്രയും ചായയും കടികളൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.